നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. ഏറ്റവും പ്രധാനപ്പെട്ട 100 സയൻസ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് എടുത്തിരിക്കുന്ന ചോദ്യപേപ്പർ PSC ലാസ്റ്റ് നടത്തിയ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ ചോദ്യപേപ്പർ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ചോദ്യപേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിലൂടെ കമ്പനി LGS, VFA, ബെഫ്കോ LD, ഡിഗ്രി ലെവൽ പരീക്ഷ എല്ലാത്തിനും ഉപകാരപ്രദമാണ് കേട്ടോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ? നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ക്ലാസിന്റെ ഇടയ്ക്ക് ഞാൻ 1-2 ചോദ്യങ്ങളൊക്കെ ചോദിക്കും കേട്ടോ. അതിന്റെ ഉത്തരം നിങ്ങൾ കറക്റ്റ് ആയിട്ട് താഴെ ഒന്ന് കമന്റും കൂടി ചെയ്യുക. കമന്റ് സെഷൻ നല്ല ആക്റ്റീവ് ആയിട്ട് വെച്ചേക്കണേ. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, പല്ലിന്റെ ആന്തരഘടന ചുവടെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? ശരിയായ ജോഡികൾ 3ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. പൾപ്പ് ക്യാവിറ്റി എന്നാൽ പല്ലിന്റെ ഏറ്റവും ആന്തരഭാഗമാണ്. സിമന്റം എന്നാൽ പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന യോജക കലയാണ്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. ഇനാമൽ എന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥവും ഡെന്റൈൻ എന്നത് പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയുമാണ്. അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. പല്ലിനെ കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഒഡന്റോളജി. ഒഡന്റോളജി എന്നതാണ് പല്ലിനെ കുറിച്ചുള്ള പഠനം. പല്ല് നിർമ്മിച്ചിരിക്കുന്നത് ഇനാമലും ഡെന്റൈനും ഉപയോഗിച്ചിട്ടാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. മനുഷ്യനിലെ സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്രയാണ്? മനുഷ്യനിലെ പെർമനന്റ് ടീത്ത് അഥവാ സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്ര? കുട്ടികളിൽ എന്താ ഉള്ളത്? പാൽപ്പല്ലുകളാണുള്ളത്. PSC നിരന്തരം ചോദിക്കുന്ന ചോദ്യമായിരുന്നു. പാൽപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? 20 പാൽപ്പല്ലുകൾ. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിച്ച ചോദ്യം, മനുഷ്യനിലെ സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്ര? താഴെ ഒന്ന് കമന്റ് ചെയ്യാമോ? ഇനി മനുഷ്യനില് എത്ര തരം പല്ലുകളാണ് കാണപ്പെടുന്നത്? 4 തരം പല്ലുകളാണ് കാണപ്പെടുന്നത്. ഏതൊക്കെയാണ് ഈ 4 തരം പല്ലുകൾ? ഉളിപ്പല്ല്, കോമ്പല്ല്, ചർവണകം, അഗ്രചർവണകം എന്നിവയാണ് 4 തരത്തിലുള്ള പല്ലുകൾ. ഈ ഓരോ പല്ലും എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? എപ്പോഴും ചോദിക്കാറുണ്ട്. ആദ്യത്തേത് ഉളിപ്പല്ല്. ഉളിപ്പല്ലിന്റെ ഇംഗ്ലീഷ് എന്താണ്? ഇൻസിസർ. ഇൻസിസേഴ്സ് എന്ന് പറയും. ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ലുകൾ ഏത്? ഉളിപ്പല്ല്. ഇനി കോമ്പല്ല് എന്തിനാ സഹായിക്കുന്നത്? ആഹാരവസ്തുക്കൾ കടിച്ചു കീറാനാണ് കോമ്പല്ല് സഹായിക്കുന്നത്. അഗ്രചർവണകവും ചർവണം ചവച്ചരയ്ക്കാൻ, ആ പേര് തന്നെ ഉണ്ട്. ചർവണകം, അഗ്രചർവണകം. ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകളാണ് ചർവണകവും അഗ്രചർവണകവും. മാംസഭോജികൾക്കുള്ളതും സസ്യഭോജികൾക്ക് ഇല്ലാത്തതുമായ പല്ല് ഏതാണെന്ന് ചോദിച്ചാൽ ആഹാരവസ്തുക്കൾ കടിച്ച് കീറുന്ന പല്ലാണ്, അതായത് കോമ്പല്ല്. ഇനി എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ഏതാണെന്ന് പറയാമോ? ജീവകം ഡി. എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം. ഇനി ഓരോന്നിന്റെയും എണ്ണം എത്രയാണെന്ന് അറിയാവോ? ഉളിപ്പല്ല് എത്ര എണ്ണം ഉണ്ട്? 8 ഉളിപ്പല്ലാണ് ഉള്ളത്. എത്ര കോമ്പല്ലുണ്ട് മനുഷ്യനില്? 4 കോമ്പല്ല്. ചർവണകമോ 12, അഗ്രചർവണകമോ 8. ഇങ്ങനെയാണ് വരുന്നത്. 8 ഉളിപ്പല്ല്, 4 കോമ്പല്ല്, ചർവണങ്ങളുടെ എണ്ണം 12, അഗ്രചർവണങ്ങളുടെ എണ്ണം 8. ഓക്കെ, ഓർക്കുക. ഇനി ഈ പൾപ്പ് ക്യാവിറ്റി ഇല്ലേ, ഈ പൾപ്പ് ക്യാവിറ്റിയാണ് പല്ലിന്റെ ഏറ്റവും ആന്തരഭാഗം എന്ന് പറഞ്ഞു. ഈ പൾപ്പ് ക്യാവിറ്റിയിലാണ് രക്തക്കുഴലുകളും നാഡികളും കാണപ്പെടുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ പൾപ്പ് ക്യാവിറ്റി. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ പല്ല് ഏതാ? ആനക്കൊമ്പാണ് ലോകത്തിലെ ഏറ്റവും വലിയ പല്ല്. പല്ലുകൾക്ക് കേടുവരുത്തുന്ന ആസിഡ് ഏതാണെന്ന് ചോദിച്ചാൽ ലാക്റ്റിക് ആസിഡ് ആണ്. അപ്പൊ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ ഇത്രത്തോളം ഫാക്ട്സ് ഇല്ല, ഏകദേശം 15ഓളം ഫാക്ട്സ് ഒറ്റ ചോദ്യത്തിൽ നിന്ന് കിട്ടിയല്ലേ. അപ്പൊ നിങ്ങളോട് ചോദിച്ച ചോദ്യം എന്താണ്? മനുഷ്യനിലെ സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്രയാണ്? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇപ്പോ വിഷു ഓഫർ നടക്കുന്നുണ്ട്. നമ്മുടെ ആപ്പിലെ എല്ലാ കോഴ്സുകൾക്കും 10% ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. വിഷു എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്പിലെ എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് ഇപ്പോൾ 10% ഡിസ്കൗണ്ടിൽ വാങ്ങാവുന്നതാണ്. പിന്നെ ഈ ഒരു ഓഫർ ഏപ്രിൽ മാസം 15 വരെ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. അതുകൊണ്ട് എത്രയും വേഗം തന്നെ ഈ ഓഫറിൽ കോഴ്സുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ്. എല്ലാ കോഴ്സുകൾക്കും
LGS ലെവൽ തൊട്ട് ഡിഗ്രി ലെവൽ വരെയുള്ള കോഴ്സുകൾ അവൈലബിൾ ആണ്. ഡിഗ്രി മെയിൻസ്, അതായത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, SI മുതലായ കോഴ്സുകളൊക്കെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. യൂണിഫോം ജോബ് എല്ലാം തന്നെ ഉണ്ട്. VFA, ബെക്കോ, LD, അതുപോലെ LDC, LGS എല്ലാ കോഴ്സുകളും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. കയറി ചെക്ക് ചെയ്തോളാം. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഫസ്റ്റ് കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. പിന്നെ കമ്പ്യൂട്ടറിലും നമ്മുടെ ആപ്പ് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഐഫോണിലും യൂസ് ചെയ്യാം, കമ്പ്യൂട്ടറിലും യൂസ് ചെയ്യാം, ആൻഡ്രോയിഡ് ഫോണിലും യൂസ് ചെയ്യാൻ പറ്റും. ഇനി ആപ്പിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ടെക്നിക്കൽ ടീമിന്റെ വാട്സാപ്പ് നമ്പറും കൂടി ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തേക്കാം. വാട്സാപ്പിൽ അവർക്ക് മെസ്സേജ് അയച്ച് ഡയറക്ട്ലി ചോദിക്കാവുന്നതാണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആന്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത് ഏത്? ആന്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം ഇ ആണ്. ജീവകം ഇയുടെ അപര്യാപ്തത മൂലമല്ലേ വന്ധ്യത അഥവാ സ്റ്റെറിലിറ്റി ഉണ്ടാകുന്നത്. അപ്പൊ ആന്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത് ഏതാണ്? ജീവകം ഇ ആണ്. പിന്നെ നമ്മൾ ഹർഷിതം എജ്യൂടെക് ആപ്പിലെ ഫുൾ സിലബസ് കവറേജ് ആട്ടോ. ഞാനാണ് കൂടുതൽ ക്ലാസ്സുകൾ എടുക്കുന്നത്. ഫുൾ സിലബസ് കവറേജ് ആണ്. അതുപോലെ LDC LGS ബാച്ചിന്, പുതിയ LDC LGS ബാച്ചിന് പ്രിന്റ് എടുക്കാൻ പറ്റുന്ന നോട്ട് ഉൾപ്പെടെയാണ്. തിങ്കൾ മുതൽ വെള്ളി വരെയാണ് ക്ലാസ് വരുന്നത്. ശനിയും ഞായറും റിവിഷൻ ആയിരിക്കും, ഞായറാഴ്ച പരീക്ഷ. ആ ഒരു രീതിയിലാണ് കേട്ടോ. വളരെ പ്രോപ്പർ ആയിട്ട് പോകുന്ന ബാച്ചാണ്. ഒട്ടും ഉഴപ്പ ഞാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ ഉഴപ്പ് എന്നത് മാറ്റി വെച്ചിട്ട് ഇങ്ങോട്ട് വന്നേക്കണം. പഠിക്കാൻ റെഡി ആയിട്ട് വന്നേക്കണം. നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടേ വിടത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഫാക്ടിലേക്ക് പോകാം. ജീവകങ്ങൾ ഇവിടെ തന്നിരിക്കുന്ന ജീവകം ഇ അല്ലേ. അപ്പൊ ജീവകം ഇയെ കുറിച്ച് നോക്കാം. ഹോർമോൺ ആയി കണക്കാക്കുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ ജീവകം ഇ ആണ് ഹോർമോൺ ആയി കണക്കാക്കുന്നത്. പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകമാണ് ജീവകം ഇ. അതുകൊണ്ടാണ് ആന്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത്. ഹൃദയത്തെ സംരക്ഷിക്കുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാലും ജീവകം ഇ ആണ്. മുട്ടയുടെ വെള്ളയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ഏതാണ്? ജീവകം ഇ ആണ്. ജീവകം ഇയുടെ ശാസ്ത്രീയ നാമം അല്ലെങ്കിൽ രാസനാമം എന്താണ്? ടോക്കോഫെറോൾ എന്നതാണ് ജീവകം ഇയുടെ രാസനാമം. ഇനി കുറച്ച് വിശേഷണങ്ങൾ നോക്കിയാലും ഇപ്പൊ ഇവിടെ ചോദിച്ചത് വിശേഷണമല്ലേ. ആന്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണെന്ന് പറഞ്ഞു. അതുപോലെ ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം ഇ തന്നെയാണ്. ഹോർമോൺ വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും ജീവകം ഇ ആണ്. കൊയാഗുലേഷൻ വൈറ്റമിൻ, കൊയാഗുലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ക്ലോട്ടിംഗ്, ബ്ലഡ് ക്ലോട്ടിംഗ് ആണ്. കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ കെ, വൈറ്റമിൻ കെ. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? സി ആണ്. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? ജീവകം ഡി, ജീവകം ഡി ആണ്. സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും ജീവകം ഡി തന്നെയാണ്. ആന്റി റിക്കറ്റിക്, അതായത് ജീവകം ഡിയുടെ അപര്യാപ്തത മൂലമല്ലേ റിക്കറ്റ്സ് അഥവാ കണാരോഗം ഉണ്ടാകുന്നത്. അപ്പൊ ആന്റി റിക്കറ്റിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏതാ? ജീവകം ഡി. ആന്റി പെല്ലഗ്ര വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ B3. ആന്റി ഹെമറേജിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? കെ ആണ്, ജീവകം കെ. ഓക്കെ, അപ്പൊ സെറ്റ് ആയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സാംക്രമിക രോഗങ്ങളും അവയുടെ രോഗകാരികളും തന്നിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാ? കോളറ, എലിപ്പനി, സ്ക്രബ് ടൈഫസ്, കുരങ്ങുപനി എന്നിവ. രോഗകാരികൾ ആരൊക്കെയാണ് ഒന്ന് നോക്കിയാലോ. ഇവിടെ തന്നിരിക്കുന്നതില് ശരിയായ ജോഡി എലിപ്പനി, ലെപ്റ്റോസ്പൈറ എന്നത് മാത്രമാണ് ശരി. കോളറ വൈറസ് ആണോ? കോളറ വിബ്രിയോ കോളറ എന്ന ബാക്ടീരിയയാണ് പരത്തുന്നത്. എലിപ്പനി ശരിയാണ്. ലെപ്റ്റോസ്പൈറ, എലിപ്പനിക്ക് കാരണമാകുന്നത് ലെപ്റ്റോസ്പൈറ എന്ന ഇനം ബാക്ടീരിയയാണ്. അതുകൊണ്ട് ഈ ജോഡി ശരിയാണ്. അടുത്തത് സ്ക്രബ് ടൈഫസ്. സ്ക്രബ് ടൈഫസ് എന്താണ്? ബാക്ടീരിയയാണ്. ഒറിയന്റീന സുട്സുഗാമുഷി എന്ന ബാക്ടീരിയയാണ് സ്ക്രബ് ടൈഫസ് ഉണ്ടാക്കുന്നത്. ഇത് ചെള്ളുകൾ അഥവാ മൈറ്റ്സ്, ചെള്ളുകൾ വഴിയാണ് പകരുന്നത്. വിബ്രിയോ കോളറ എന്നത് കോളറയുടെ രോഗകാരിയാണ്. അവിടെ തന്നിരിക്കുന്ന വിബ്രിയോ കോളറ എന്നത് കോളറയുടെ രോഗകാരിയാണ്. കുരങ്ങുപനി ബാക്ടീരിയ, തെറ്റാണ്. കുരങ്ങുപനി എന്നത് വൈറസ് ആണ്, വൈറസ് രോഗമാണ്, ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമല്ല. ഏതാണ് ശരി? ഓപ്ഷൻ സി, 2 മാത്രം എന്നതാണ് ശരി. അപ്പോ കുറച്ച് രോഗങ്ങളും രോഗകാരികളും ഒന്ന് നോക്കാം. കോളറ, വിബ്രിയോ കോളറെ. പ്ലേഗ് പരത്തുന്നത് എഴ്സീനിയ പെസ്റ്റിസ് ആണ്, എഴ്സീനിയ പെസ്റ്റിസ്. എലിപ്പനി ആണെങ്കിലോ ലെപ്റ്റോസ്പൈറ ഇക്ട്രോ ഹെമറാജിക്ക, ലെപ്റ്റോസ്പൈറ ഇക്ട്രോ ഹെമറാജിക്ക എന്ന രോഗകാരിയാണ് എലിപ്പനി പരത്തുന്നത്. സിഫിലിസ് ആണെങ്കിലോ
സിഫിലിസ് രോഗം പരത്തുന്ന രോഗകാരി ട്രെപ്പോലിമ പല്ലിടം. കുഷ്ഠമാണെങ്കിൽ മൈക്കോബാക്ടീരിയം ലെപ്രേ. ക്ഷയമാണെങ്കിൽ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ക്ഷയരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ്? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഏതാണ്? ഇവിടെ തന്നിരിക്കുന്നതില് 2 മാത്രമാണ് ശരി. അതായത് അമൃതം ആരോഗ്യം എന്നതാണ്. അമൃതം ആരോഗ്യം. ധ്വനി എന്ന പദ്ധതി എന്താണ് അതിന്റെ ലക്ഷ്യം? കോക്ലിയർ ഇംപ്ലാന്റ് നടത്തിയവർക്ക് തുടർ ചികിത്സ ഉറപ്പാക്കാനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ധ്വനി എന്നത്. ഓർക്കുക. ശ്രുതി തരംഗം എന്താണ്? ശ്രുതി തരംഗം. ബധിരരായ കുട്ടികളുടെ കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയുടെ പേരാണ് ശ്രുതി തരംഗം. കാതോരം എന്ന പദ്ധതി എന്താണ്? കേൾവി തകരാറുള്ള കുട്ടികളെ സഹായിക്കാൻ സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കാതോരം. എന്താണ് നിരാമയ എന്ന പദ്ധതി? സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന പദ്ധതിയാണ് നിരാമയ. എന്താണ് വയോരക്ഷ? നിർധനരായ വയോജനങ്ങൾക്ക് സഹായവും പിന്തുണയും നൽകുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വയോരക്ഷ. എന്താണ് മൃതസഞ്ജീവനി? മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ്. ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മോഹൻലാൽ ആണ്. വിദ്യാജ്യോതി എന്താണ്? ഭിന്നശേഷിക്കാരായ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് നയിച്ച് സാമൂഹിക അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുവരുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് മുഖേന നടപ്പിലാക്കിയ പദ്ധതിയാണ് വിദ്യാജ്യോതി. എന്താണ് വയോമധുരം? 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള BPL വിഭാഗത്തിൽപ്പെട്ട പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതിയാണ് വയോമധുരം. അടുത്ത ചോദ്യം നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി ഏതാണെന്ന് കണ്ടെത്തുക. ഹീമോഫിലിയ, സിക്കിൾ സെൽ അനീമിയ എന്നിവയാണ് ജനിതക രോഗങ്ങൾ. ഓർക്കും. അപ്പൊ ജനിതക രോഗങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ഹീമോഫിലിയ, സിക്കിൾ സെൽ അനീമിയ. ഹീമോഫിലിയയുടെ മറ്റു പേരുകൾ എന്തെല്ലാമാണ്? രാജകീയ രോഗം, ക്രിസ്മസ് രോഗം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഹീമോഫിലിയാണ്. രാജകീയ രോഗം, ക്രിസ്മസ് രോഗം, ബ്ലീഡേഴ്സ് രോഗം. എന്താണ് സിക്കിൾ സെൽ അനീമിയ അഥവാ അരിവാൾ രോഗം? ഓക്സിജന്റെ കുറവ് മൂലം RBC അരിവാള് പോലെ ചുരുങ്ങുന്ന അവസ്ഥയാണ് സിക്കിൾ സെൽ അനീമിയ. അരിവാൾ രോഗികൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? വയനാട് ജില്ലയാണ്. വയനാട് ജില്ല. ഓക്കെ. അടുത്ത ചോദ്യം. സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയ്ക്കനുസരിച്ച് താഴെ ഈ സമുദ്രങ്ങളുണ്ടല്ലോ 3 മേഖലകളായി തിരിച്ചിട്ടുണ്ട്. ഇത് SCERT പുതിയ SCERT 9th സ്റ്റാൻഡേർഡ് ആണ്. അപ്പൊ ഇതില് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിൽ യൂഫോട്ടിക് മേഖലയാണ്. 1 മാത്രമാണ് ശരി. 1 മാത്രം. അടുത്ത ചോദ്യം. ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ. മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? തന്നിരിക്കുന്നതിൽ നൈജീരിയയാണ്. നൈജീരിയ. ഓക്കെ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. 100ഓളം ഫാക്ട്സ് പറഞ്ഞു കഴിഞ്ഞു. ഇനിയും തുടർന്നുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കാണുക. GKയും കറണ്ട് അഫയേഴ്സും മാത്സും മലയാളവും എല്ലാം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണ് ഇനി വേണ്ടത്, ഏതിന്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് വേണ്ടത് എന്നത് താഴെ കമന്റ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹർഷദം എഡ്യൂടെക് ആപ്പിൽ വിഷു ഓഫർ ഇപ്പോൾ അവൈലബിൾ ആണ്. ഓഫറിൽ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ബാച്ച് കോഴ്സുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു.